കാണിക്കാൻ പോണത് നമ്മുടെ ശംഖുപുഷ്പത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ കൊണ്ട് ബ്ലൂ ടീ ഉണ്ടാക്കുന്നത്. ഭയങ്കര ഗുണം ഉള്ള ഒരു പൂക്കളാണ്. അപ്പൊ ഇതാ ശരിക്കും നല്ലൊരു വള്ളിച്ചെടി തന്നെയാണ്. ഇവിടെ നിറച്ചും പൂക്കൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഏതായാലും നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചിതാ എടുത്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതിന്റെ ഡബിൾ പെറ്റലൊക്കെ അവൈലബിൾ ആണ്. അപ്പം തറവാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അത് വിത്ത് ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. അതിപ്പം ഇവിടെ പാകി ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ പൂവിട്ടിട്ടില്ല. ഇതിന്റെ വൈറ്റ് ഉണ്ട്. അപ്പം നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു ചെടീനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളെ വീട്ടിലും ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കമന്റ് പറയാ. അപരാജിത എന്നുള്ളൊരു പേരുണ്ട്. ഏഷ്യൻ പിജിൻ വിങ്സ്, ബ്ലൂ ബെൽ വൈൻ, ബ്ലൂ പീ, ബട്ടർഫ്ലൈ പീ, ഡോവിൻ പീ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. 10 ഗ്രാമിന് ഏകദേശം 200 രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട്. 1 കിലോന് 15,000 രൂപ മുതൽ 20,000 രൂപ വരെ വില വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആമസോണിൽ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ കാണാൻ പറ്റും. കോടികൾ വിപണി മൂല്യമുള്ളൊരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിഞ്ഞവരാരും തന്നെ ഇത് വിട്ട് കളയില്ല. നമുക്ക് ഗ്രീൻ ടീനെ കുറിച്ചിട്ടൊക്കെ നല്ല അറിവുണ്ട്, പക്ഷേ ഈ ഒരു ബ്ലൂ ടീനെ കുറിച്ചിട്ട് അത്ര ഒരു ഇമ്പോർട്ടൻസ് അറിയില്ല. അതറിഞ്ഞവരാരും ഒരിക്കലും ഇത് ഒഴിവാക്കി കളയില്ല. ഇതാ നമുക്ക് കുറച്ച് പൂക്കൾ നമ്മുടെ പൂക്കളത്തിൽ കൂടി ഇടാം കേട്ടോ. ഇത് കുറേ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ ഒരു 2 ചായക്കൊന്നല്ല, അതിലെക്കാട്ടി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പൂക്കളത്തിലും കൂടി കുറച്ചിടാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പണ്ടുള്ള കാലങ്ങളിലൊക്കെ ഒരു വട്ടി ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ടാണ് കുട്ടികൾ ഇറങ്ങുന്നത്. ഇപ്പൊ വട്ടി എന്താന്ന് പോലും കുട്ടികൾക്ക് അറിയില്ല. നമുക്ക് ഞങ്ങളുടെ വീട്ടിന്റെ പണ്ട് തൊട്ടടുത്തൊരു ലക്ഷ്മമ്മ എന്ന് പറഞ്ഞിട്ടൊരു അമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അവര് നമുക്ക് വട്ടിയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അതിലാണ് ഞങ്ങൾ ഈ മുക്കുറ്റി അങ്ങനെയുള്ള പൂക്കളൊക്കെ കളക്ട് ചെയ്തിട്ട് പൂക്കളിടുക. ഇപ്പോഴാണിപ്പം നമ്മൾ കാശ് കൊടുത്തിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട ഗതികേടാണ്. അപ്പൊ ഈ പൂക്കളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്രാവശ്യം എന്തായാലും ഓണക്കാലം അടിപൊളിയാക്കുക. ഇവിടെ ഇഷ്ടംപോലെ വിത്തുകളുണ്ട്. ആക്ച്വലി ഇത് പച്ചയാണ് കേട്ടോ. ഇത് ശരിക്കും ഇതുപോലെ ബ്രൗൺ ആവണം. ഇങ്ങനെ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് വിത്തുകൾ ശേഖരിക്കാൻ പറ്റും. പക്ഷെ ചിലവർ ഇത് പറയുന്നുണ്ട് കുറച്ച് ശല്യമാണ്. എന്ന് വെച്ചാൽ ഇതിങ്ങോട്ട് പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇവരെ ഒന്ന് ഒഴിവാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഈ ഒരു ബാക്ക് സൈഡിൽ, നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിൽ വെച്ചതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഫ്രണ്ടിലായിരുന്നു. അപ്പൊ അവിടുന്ന് ഞാൻ കുറച്ച് വിത്തൊക്കെ ശേഖരിച്ചത് അവിടെ ബാക്കിൽ ഇങ്ങനെ കൊണ്ടിട്ടപ്പോ തന്നെ നിറച്ചും ഇവിടെ നമ്മളെ മുന്തിരി വള്ളി പടർത്തിയ പന്തലാണ് കേട്ടോ. അത് ഇതിന്റെ മേലെ കംപ്ലീറ്റ് ആയിട്ട് മൂപ്പര് പടർന്ന് പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട തന്നെ ആവശ്യമില്ല. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നല്ലൊരു പന്തൽ ഒരുക്കി കൊടുത്താൽ ഇത് നന്നായിട്ട് പടർന്ന് പിടിച്ച് ഇഷ്ടം പോലെ പൂക്കൾ നമുക്ക് തരും. ഒരു വളങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ തന്നെ തൊട്ടടുത്ത് ചെടികൾക്കൊക്കെ വളങ്ങൾ കൊടുത്താൽ അത് കുറച്ച് ഒലിച്ച് വന്നിട്ട് ഇതിനും കുറച്ച് കിട്ടി. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഏതായാലും ബ്ലൂ ടീ ഒന്ന് കുടിക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ശംഖുപുഷ്പത്തിൻ്റെ ബ്ലൂ ടീ ഉണ്ടാക്കിയിട്ട് കുടിക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.